മുരുകൻ എന്ന തെരുവുപുത്രന്റെ കഥയുമായി മാധ്യമപ്രവർത്തക വനിതാ വിനോദ്. മുറിവോരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ധനമന്ത്രി തോമസ് ഐസക് നിർവഹിച്ചു. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് താങ്ങും തണലുമായി തെരുവോരങ്ങളിൽ എന്നും മുരുകനുണ്ടാവും. തെരുവിൽ ജീവിച്ചു വളർന്ന് മറ്റുള്ളവർക്ക് സഹായഹസ്തമായി മാറിയ മുരുകൻ എന്ന വ്യക്തിയുടെ ജീവിതം ഒരു കഥയാക്കി മാറ്റിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തക വനിതാ വിനോദ്. സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിച്ച മുരുകനെ പോലുള്ളവർ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരണമെന്ന് പുസ്തകം പ്രകാശനം ചെയ്ത ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഞാനത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാതൃകകൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു വലിയ മനസ്സ് കേരളത്തിൽ ഒരുപാടുണ്ട്. അപ്പൊ ഈ പുസ്തകം അതിനെ സഹായിക്കട്ടെ എന്ന് അഭ്യർത്ഥിക്കുക. മുരുകനൊപ്പം പ്രവർത്തിക്കാൻ ഇറങ്ങിയപ്പോഴുണ്ടായ അനുഭവങ്ങൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പങ്കുവച്ചു. സത്യത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതിപ്പോ മുരുകനെ ഇരുത്തിക്കൊണ്ട് പറയേണ്ട ഒരു കാര്യമല്ല. ഈ തെരുവിൽ കിടക്കുന്നവരെ എടുത്ത് കുളിപ്പിച്ച് മുടിവെട്ടി അവർക്ക് നല്ല വസ്ത്രം കൊടുത്ത് അവരെ കൊണ്ടുപോയി പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണെന്നാണ്. പക്ഷെ മുരുകന്റെ കൂടെ ചേർന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത്. ചടങ്ങിൽ KSRTC MD രാജമാണിക്യം IAS, സാമൂഹ്യ പ്രവർത്തക സന്ധ്യ പ്രജിൻ തുടങ്ങിയവർ പങ്കെടുത്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.